പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരെ സഹായിച്ച ഒരു തീവ്രവാദി വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ 3 ഭീകരരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നാദ്രയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഈ ഭീകരൻ കൊല്ലപ്പെട്ടത്. ഈ ആസിഫ് ഷെയ്ഖിൻ്റെ ഈ പഹൽഗാമിൽ ഭീകരരെ സഹായിച്ച ആസിഫ് ഷെയ്ഖിൻ്റെ വീട് കഴിഞ്ഞ ദിവസങ്ങളിൽ സൈന്യം തകർത്തിരുന്നു. ഓപ്പറേഷൻ കില്ലർ എന്ന പേരിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മുതൽ സൈന്യം ആരംഭിച്ച ഒരു വലിയ തെരച്ചിലും ഒപ്പം തന്നെ ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യുക, അതായത് തുടച്ചു നിൽക്കുക എന്ന ഒരു വലിയ ഓപ്പറേഷനാണ് തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭീകരമായി ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു. ആവന്തിപ്പോരയിലും ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. കൂടുതൽ ഭീകരർ ഉണ്ട് എന്നാണ്, ഇതിൽ പഹൽഗാം ഭീകരരും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. പക്ഷേ സ്ഥിരീകരണം നിലവിലില്ല. ഈ ആസിഫ് ഷെയ്ഖ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉണ്ടായിരുന്ന ഒരു കൊടും ഭീകരനാണ്. ആ ഭീകരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു വാർത്ത, മണിപ്പൂരിലെ ചന്ദേൽ ജില്ലയിൽ നടന്ന ഒരു സൈനിക ഓപ്പറേഷനിൽ അസം റൈഫിൾസ് 10 തീവ്രവാദികളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. മ്യാൻമാറിൻ്റെ അതിർത്തിയിൽ ഉള്ള ന്യൂ സംതാൽ ഗ്രാമത്തിന് സമീപം തീവ്രവാദികൾ ഉണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസം റൈഫിൾസിൻ്റെ ഒരു യൂണിറ്റ് എത്തുകയായിരുന്നു. കെങ്ജോയ് തക്സിലെ ന്യൂ സംതാൽ മേഖലയിലാണ് ഈ മ്യാൻമാറിൽ നിന്നുള്ള തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്ന 10 പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് കാശ്മീരിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നു. അവിടെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഒരു ആള് അല്ലെങ്കിൽ ഒരു പ്രതി എന്ന നിലയിലുള്ള ഭീകരൻ ആസിഫ് ഷെയ്ഖ് കൊല്ലപ്പെടുന്നു. മണിപ്പൂരിൽ മറ്റിടത്ത്, അതായത് മണിപ്പൂരും മ്യാൻമാറും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ന്യൂ സംതാൽ ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. അവിടെ 10 ഭീകരവാദികളെ സൈന്യം കൊന്നു കാലപുരിക്ക് അയച്ചിരിക്കുന്നു. അതായത് സൈന്യത്തിൻ്റെ വലിയ ഓപ്പറേഷൻ കില്ലർ എന്ന് പേരിട്ടുകൊണ്ട് തന്നെ ആരംഭിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.